ഇവാഞ്ചൽ മിനിസ്ട്രീസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന തിരുവചനം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് സുവിശേഷകൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. ഒരു വർഷം നമ്മെ വിട്ടുപോകുകയും പുതിയ ഒരു വർഷത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്ന ഈ പ്രത്യേകമായ സമയത്ത് ദൈവവചന കേൾവിയിലേക്ക് അങ്ങയെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഇവാഞ്ചൽ മിനിസ്ട്രീസ് ക്രമീകരിക്കുന്ന തിരുവചനം എന്ന വചന പഠന പരമ്പരയാണ് അങ്ങ് ശ്രദ്ധിക്കുന്നത്. ശമൂവേലിൻ്റെ 1-ാം പുസ്തകത്തെ അധികരിച്ചുള്ള 47-ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നാം 4-ാം അധ്യായത്തിലൂടെയുള്ള ചിന്തകളിൽ കടന്നു പോവുകയാണ് ഇപ്പോഴും. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 4-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിച്ചു കേൾപ്പിക്കട്ടെ. ശമൂവേലിൻ്റെ വചനം എല്ലാ ഇസ്രായേലിനും വന്നിട്ട് ഇസ്രായേൽ ഫെലിസ്ത്യരുടെ നേരെ യുദ്ധത്തിന് പുറപ്പെട്ടു. യബനേസറിനരികെ പാളയമിറങ്ങി. ഫെലിസ്ത്യർ അഫേക്കിലും പാളയമിറങ്ങി. ഫെലിസ്ത്യർ ഇസ്രായേലിൻ്റെ നേരെ അണിനിരന്നു. പട പരന്നപ്പോൾ ഇസ്രായേൽ ഫെലിസ്ത്യരോട് തോറ്റുപോയി. സൈന്യത്തിൽ ഏകദേശം 4000 പേരെ അവർ പോർക്കളത്തിൽ വെച്ച് സംഹരിച്ചു. ഇവിടെ ഇസ്രായേലിന് ഫെലിസ്ത്യരോട് സംഭവിക്കുന്ന പരാജയമാണ് കാണുവാൻ കഴിയുന്നത്. 3-ാം വാക്യം ആരംഭിക്കുമ്പോൾ, ജനം പാളയത്തിൽ വന്നാറെ ഇസ്രായേൽ മൂപ്പന്മാർ, ഇന്ന് യഹോവ നമ്മെ ഫെലിസ്ത്യരോട് തോൽക്കുമാറാക്കിയത് എന്ത് എന്ന് ചോദിക്കുന്ന ചോദ്യം കാണുവാൻ കഴിയുന്നുണ്ട്. നാം മുൻപ് ഓർത്തതുപോലെ സംഖ്യാപുസ്തകത്തിൻ്റെയും ആവർത്തന പുസ്തകത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അവരോടുകൂടെ ഇല്ലാഞ്ഞതുകൊണ്ട് അവർ തോറ്റു എന്ന യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തട്ടെ, ആത്മീയ യുദ്ധങ്ങളിൽ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം ആത്മീയ തലത്തിലും നമ്മുടെ ഭൗതിക ജീവിതത്തിൻ്റെ മേഖലകളിലും ഇല്ല എങ്കിൽ നമുക്ക് വിജയിക്കാനായിട്ട് കഴിയുകയില്ല. ഈ പ്രത്യേകമായ ദിവസങ്ങളിൽ എല്ലാ പ്രിയപ്പെട്ടവരും ഒരു പുനർവിചിന്തനത്തിന് തയ്യാറാകേണ്ടതാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചറിയുന്നുണ്ടോ? ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങൾ, ഞാൻ പറയുന്ന വാക്കുകൾ, എൻ്റെ പ്രവർത്തന മേഖലകളിൽ ദൈവം ആഗ്രഹിക്കുന്നത് പോലെയാണോ ഞാൻ മുന്നോട്ട് പോകുന്നത്? ഇവിടെ ഇതാ ദൈവത്തിൻ്റെ സാന്നിധ്യം യുദ്ധത്തിൽ ഇല്ലാതിരുന്നതുകൊണ്ട് ഫെലിസ്ത്യ സേനയോട് അമ്പെ പരാജയപ്പെട്ട് തുന്നം പാടുന്ന ഇസ്രായേൽ മക്കളെ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. എന്നാൽ ഓർമ്മപ്പെടുത്തട്ടെ, അവർക്ക് സംഭവിക്കേണ്ടുന്ന അനുതാപം അവർക്ക് സംഭവിക്കുന്നില്ല എന്നുള്ളത് ദുഃഖകരമായി നാം ഓർക്കേണ്ടുന്ന വിഷയമാണ്. വാസ്തവത്തിൽ അവർ അനുതാപത്തോടുകൂടെ തങ്ങൾക്ക് വന്ന തെറ്റിനെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവസന്നിധിയിൽ യഥാസ്ഥാനപ്പെടുകയായിരുന്നു വേണ്ടിയിരുന്നത്. എന്നാൽ അവരങ്ങനെ ചെയ്യുന്നില്ല. 3-ാം വാക്യം 4-ാം അധ്യായം ശമൂവേലിൻ്റെ 1-ാം പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്. ഇസ്രായേൽ മൂപ്പന്മാർ തമ്മിൽ പറയുകയാണ്, ഇന്ന് യഹോവ നമ്മെ ഫെലിസ്ത്യരോട് തോൽക്കുമാറാക്കിയതെന്ത്? നാം ശീലോവിൽ നിന്ന് യഹോവയുടെ നിയമപ്പെട്ടകം നമ്മുടെ അടുക്കൽ വരുത്തുക. അത് നമ്മുടെ ഇടയിൽ വന്നാൽ നമ്മെ നമ്മുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും എന്ന് പറഞ്ഞു. വാസ്തവത്തിൽ യഥാർത്ഥ തകർന്ന ഹൃദയത്തോടെ അനുദപിക്കുന്നതിന് പകരം അവർ ചെയ്തത് ഉപരിപ്ലവമായ ചില വിഷയങ്ങളാണ്. ദൈവത്തിൻ്റെ പെട്ടകം യുദ്ധക്കളത്തിലേക്ക് കൊണ്ടുവരുവാൻ അവർ പരിശ്രമിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പെട്ടകം കൊടുത്ത ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരം അവർ ഉപരിപ്ലവമായി ചിലതൊക്കെ ചെയ്ത് തങ്ങളെ തന്നെ ആശ്വസിപ്പിക്കുവാൻ ശ്രമിക്കുന്ന കാഴ്ചയാണ് കാണുവാൻ കഴിയുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സ്നേഹിതരെ, വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തട്ടെ, നമ്മുടേതായ ആശയങ്ങൾ കൊണ്ട് ആത്മീയ തലത്തിലെ യുദ്ധങ്ങൾ ജയിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല.
ദൈവം ആഗ്രഹിക്കുന്ന യഥാർത്ഥമായിട്ടുള്ള മാനസാന്തരം, ശരിയായിട്ടുള്ള അനുതാപം, പാപങ്ങളെക്കുറിച്ചുള്ള ദുഃഖം, അകൃത്യങ്ങളെ ഏറ്റുപറഞ്ഞ് കർത്താവിൻ്റെ മുൻപാകെ തന്നെത്താൻ വിധേയപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കണമെന്നുള്ളത് ഈ തിരുവചന ഭാഗങ്ങളെല്ലാം നമ്മളെ പഠിപ്പിക്കുന്ന അനുഗ്രഹീതമായ വസ്തുതയാണ്. ഒരു വർഷം തീരുവാൻ പോകുന്ന ഈ പ്രത്യേകമായ സമയത്ത്, പുതിയൊരു വർഷത്തിലേക്ക് നാം കാൽ വയ്ക്കുവാൻ പോകുന്ന ഈ പ്രത്യേകമായ നിമിഷങ്ങളിൽ നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ചില കാര്യങ്ങൾ പുറമേ നാം ചെയ്യുന്നവരാണോ? യഥാർത്ഥമായിട്ടുള്ള അനുതാപം നമ്മുടെ ഹൃദയത്തിൽ സംഭവിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ആവർത്തിച്ച പാപമാണ് എന്ന് ഓർമ്മിപ്പിച്ചിട്ടും അതിനെ സൗകര്യപൂർവ്വം മറന്നു കളഞ്ഞിട്ട് നാം പാപങ്ങളുമായി തുടരുന്ന ജീവിതമാണെങ്കിൽ ആ ജീവിതത്തിൽ വിജയം പ്രതീക്ഷിക്കേണ്ടെന്ന ആവശ്യമില്ല. എന്നാൽ വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തട്ടെ, കർത്താവിൽ തന്നെ ആശ്രയിക്കുവാനും കർത്താവിൻ്റെ സന്നിധിയിൽ തകർന്ന ഹൃദയത്തോടെ തിരികെ വരുവാനും പുതിയ തീരുമാനങ്ങളുമായി നമുക്ക് മുന്നേറുവാൻ കർത്താവിൽ ആശ്രയിപ്പാനും സാധിക്കുമെങ്കിൽ നിശ്ചയമായിട്ടും പുതിയൊരു വർഷത്തിലേക്ക് നാം കടക്കുന്ന ഈ വേളകളിൽ ദൈവസന്നിധിയിൽ അനേക ആത്മീയ യുദ്ധങ്ങളിൽ വിജയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. നാളുകളായി അങ്ങയുടെ ജീവിതത്തിൽ ചില കുറവുകൾ വെച്ചുകൊണ്ടാണോ ഇന്നും ജീവിക്കുന്നത്? അങ്ങയുടെ ജീവിതത്തിൽ സ്വർഗത്തിലെ ദൈവം അരുത് എന്ന് പറഞ്ഞ അനേക കാര്യങ്ങൾ ഇന്നും താലോലിച്ചുകൊണ്ട് ജീവിക്കുകയാണോ? രഹസ്യ ജീവിതത്തിൽ മറ്റാരും അറിയുകയില്ല എന്ന ബോധ്യത്തിൽ ചില പാപങ്ങളുമായി താങ്കൾ കോംപ്രമൈസ് ചെയ്യുന്നുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ ഈ സമയം യഥാസ്ഥാനപ്പെടാനായിട്ട് ഈ വേദഭാഗം നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ്. എന്നാൽ വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തട്ടെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ തകരുന്ന ഹൃദയത്തോടെ വരുന്ന ഏതു വ്യക്തിയെയും പുതിയതായിട്ട് പദ്ധതികൾ ഏൽപ്പിച്ച് ഉപയുക്തനാക്കുന്നൊരു ദൈവമാണ് വിശുദ്ധ തിരുവെഴുത്ത് പഠിപ്പിക്കുന്ന ദൈവം. അതുകൊണ്ട് കർത്താവിൻ്റെ മുൻപാകെ വരിക, പുതിയ തീരുമാനങ്ങളുമായി ജീവിതത്തിൽ മുന്നേറുക, കഴിഞ്ഞകാല ജീവിതങ്ങളിൽ പിന്നിലുള്ളത് മറക്കുക, അത് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക. പരസ്യമായ പാപങ്ങളെ പരസ്യമായും രഹസ്യമായ പാപങ്ങളെ രഹസ്യമായും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചിട്ട് ദൈവസന്നിധിയിൽ യഥാസ്ഥാനപ്പെടുമ്പോൾ ഒരു പുതിയതായിട്ടുള്ള ആത്മീയ അനുഭവത്തിൻ്റെ ഉയരത്തിലേക്ക് നമ്മെ എത്തിക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് മനസ്സുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് നമുക്ക് ഇസ്രായേൽ മക്കളുടെ ഈ പാഠത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്ന വലിയ ഒരു മാറ്റത്തിലേക്ക്, ആത്മീയമായിട്ടുള്ള പുതിയൊരു ചുവടുവെപ്പിലേക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ പുനർക്രമീകരിക്കാം. ദൈവം അതിനായിട്ട് അങ്ങയെ സഹായിക്കട്ടെ. എല്ലാ നന്മകളും ആശംസിക്കുന്നു. തമ്പുരാൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.